ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് പതിവ് കിച്ചണിലേക്ക്. അപ്പോൾ എന്നും നമ്മൾ അടുക്കളയിലാണല്ലോ ഫസ്റ്റ് തുടങ്ങാം. അപ്പോൾ അങ്ങനെ വന്ന് ജനലൊക്കെ തുറന്ന് വിട്ട് ജനൽ തുറക്കുന്നേരം ഭയങ്കര തണുപ്പാണ്. എന്നുവെച്ചാൽ ഈ ഇടയായിട്ട് ഓവറായിട്ട് ഇതുവരെ ഞാൻ കേരളത്തിൽ വന്നിട്ട് ഇതുവരെ കൊള്ളാത്ത തണുപ്പാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ മോൻ എണീച്ചിട്ട് ട്യൂഷൻ കൊണ്ട് വിട്ടിട്ടാണ് വന്നത്. ഇന്ന് മദ്രസ ഇല്ലാത്തതുകൊണ്ട് രാവിലെ ട്യൂഷൻ ഉണ്ട്. അങ്ങനെ ട്യൂഷൻ വിട്ടിട്ട് വന്നതിനാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാകണം, സ്കൂളുണ്ടല്ലോ. അപ്പം മോൻ വരും മുമ്പ് എല്ലാം റെഡിയാക്കണം, മറ്റേ രണ്ടാളും ഉറങ്ങുക. അപ്പോൾ ഇനി നമ്മളൊന്ന് ചാർജ് ചെയ്യുന്നു. ഭയങ്കര തണുപ്പല്ലേ ഈ ടൈമിൽ. ഒരു കോഫിയോ ഒരു ടീയോ ഒക്കെ അല്ലേ രാവിലെ കുടിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം ഞാൻ വന്നിട്ട് ഈ വെള്ളമാണ് കുടിക്കുക. എനിക്കത്ര വലിയ ചായ നിർബന്ധമില്ല, കുടിക്കൂ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ദോശക്കുള്ള അരി അരച്ച്, ഇന്ന് ദോശയാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്ന് അരി അരക്കാൻ, അപ്പോൾ അരിൻ്റെ നല്ല ദോശയാണ്. അപ്പോൾ ഇത് പച്ചരിയും തേങ്ങയും മറ്റേ ചോറൊക്കെ കൂട്ടിയിട്ട് അരക്കുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ വന്നാണ് ഇതൊക്കെ പഠിച്ചത്. അപ്പോൾ ആ വെള്ളം നമുക്ക് വെള്ളത്തിൽ നിന്ന് ചൂടായി, അപ്പോൾ അത് കുടിക്കണം. അപ്പോൾ ദോശൻ്റെ ഓടങ്ങ് അടുപ്പത്ത് വെച്ചു. അതിനുശേഷം പിന്നെയുള്ളത് അരപ്പൊക്കെ അരിച്ച് അതിനുശേഷം ദോശക്കുള്ളത് ചൂടായി ഗൈസ്. അപ്പോൾ അടുത്ത് നമുക്ക് ദോശ ഇടുന്നു. ഇത് കേരളത്തിൽ വന്ന സമയത്തൊന്നും ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ആ സമയത്ത് ഈ ദോശ ഒന്നും ചൂടാൻ തീരെ അറിയില്ല ഗൈസ്. എങ്ങനെയല്ലോ അങ്ങനെ ചുടലില്ല, ഉമ്മ തന്നെ ചെയ്യല്. പിന്നെ ഒക്കെ പഠിച്ച് നമുക്കായിട്ട് നമുക്കെല്ലാം ആണല്ലോ, അങ്ങനെ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ തിളപ്പിക്കാൻ വെച്ച് വെള്ളം റെഡിയായി. ഇനി നമ്മളൊന്ന് ചാർജ് കയറ്റണമല്ലോ. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പല്ലേ. ഞാൻ വിചാരിച്ചു അത് എന്നെ ഒന്ന് ചാർജ് കയറ്റട്ടെ, ചൂടോടെ കുടിക്കുന്നത് അത് വേറെ ഫീലല്ലേ. അതുമല്ല എനിക്കിങ്ങനെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പുറത്തിരുന്ന് ഇങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് ഒരു കോഫിയൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ ദോശ ചുടുന്നുണ്ട്, നേരിയ ദോശയാണ്. ചിക്കൻ കറിയായിട്ടും ഏത് കറീൻ്റെ ഒപ്പം തിന്നാൽ ഇത് നല്ല ടേസ്റ്റാണ്. പക്ഷെ തേങ്ങ കൂടുതൽ കൂട്ടിയാലേ നല്ല ഇതിനെക്കാട്ടി കുറച്ചും കൂടി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അങ്ങനെ ദോശ ഇടുന്നുണ്ട്. ഇനി കറി ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് വെക്കുന്നില്ല. അപ്പോൾ അടുത്ത് എന്താ ചെയ്യുക, അങ്ങനെ ദോശക്കുള്ള കറി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കറി വെക്കുന്നില്ല. അപ്പോൾ ഉച്ചക്ക് ഇന്ന് എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്, ലോങ് ആയിട്ട് പോകാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പണിയൊക്കെ അപ്പോൾ ഉച്ചക്കുള്ള കറിക്ക് വേണ്ടിയുള്ള തേങ്ങ വെക്കാൻ ചേരേണ്ടുന്നത്. ഈ തേങ്ങ ചേരേണ്ട ഒരു കഥ ഉണ്ട്, സ്റ്റോറി ഉണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള സമയത്ത് എൻ്റെ ഉമ്മാമ്മ ഉണ്ടല്ലോ, ഓരോരോ മത്സരം ഉണ്ടായിന്. ഈ പെരുന്നാൾ സമയത്തൊക്കെ മത്സരം ഉണ്ടാവുമല്ലോ, ഓരോരോ പരിപാടിയൊക്കെ ഇങ്ങനെ നമ്മൾ പാർക്കിൽ ബീച്ചിലൊക്കെ പോയാൽ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയ സമയത്ത് തേങ്ങ ചിരണ്ടുന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു. അത് എൻ്റെ ഉമ്മാമ്മ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവിടെ മത്സരത്തിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ തേങ്ങ വേഗം ചിരണ്ടണോ, പക്ഷെ തലയും ഒന്നും ആടാൻ പാടില്ല. ഇതുവരെ ആരെങ്കിലും ശരീരം അനങ്ങാണ്ട് തേങ്ങ ചിരണ്ടിയിട്ടുണ്ടാ. പക്ഷെ എൻ്റെ ഉമ്മാമ്മക്ക് ഫസ്റ്റാണ് അതിൽ കിട്ടിയത്. അത് എനിക്കെപ്പോൾ തേങ്ങ ചിരണ്ട സമയത്ത് ഈ തലമൊക്കെ ആടുന്ന സമയത്തേ ഞാനതങ്ങ് ഓർക്കും അല്ലേ. ചെറിയ കുട്ടിക്കാലത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മ വരുമെങ്കിലും കമൻറ്റ് ചെയ്യണേ. എനിക്ക് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തോ ഒരു കാര്യങ്ങളായാലും ചെറുതിലുള്ള ഓർമ്മയൊക്കെ ഉണ്ടാവുമേ. അങ്ങനെ ചെമ്മീനാണ് ഇന്ന് കറി വെക്കുന്ന. ഉച്ചക്ക് ചെമ്മീൻ കറിയൊക്കെ വെച്ചിട്ട് എനിക്ക് പോകാണ്ടെന്ന് പറഞ്ഞല്ലോ, കുറേ ലോങ് ആണ് പോകുന്നത്. അപ്പോൾ അത് തിരൂരിൽ നിന്ന് സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പേ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, പിന്നെ ഒരു കല്യാണം ഉണ്ടായിട്ട് അങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ചെമ്മീൻ ഇന്നലെ രാത്രി തൊളിച്ചിട്ടെല്ലാം ഒക്കെ വൃത്തിയാക്കി വെച്ചിന്. അപ്പോൾ ചെമ്മീൻ കറി വെച്ചാൽ ഉമ്മ ഒന്നും വരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഒറ്റയ്ക്കെന്ന് വെച്ചാൽ ചെറിയ മോനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉമ്മ ബാക്കിയൊക്കെ ചെയ്തോളും. മീൻ പൊരിക്കാനും പിന്നെ വറവൊക്കെ ഉമ്മ ഉണ്ടാക്കിക്കോളും. അങ്ങനെ പുറത്ത് ഗിൽസൊന്നും തുറന്നിട്ടില്ലേനു. അപ്പോൾ ഇപ്പോൾ തുറന്ന് നല്ല കാറ്റാണ് ഇന്ന് ക്ലൈമറ്റ്. പക്ഷേ മോർണിംഗൊക്കെ ഇങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ. അങ്ങനെ എന്താക്കി യൂണിഫോമൊക്കെ ഉണ്ട്, അതൊക്കെ വാഷ് ചെയ്യണോ. എന്താണെന്ന് വെച്ചാൽ വേഗം പോകും മുമ്പ് ആറിട്ടിട്ടൊക്കെ പോയാൽ പിന്നെ ഒന്നും ചിന്തിക്കണ്ടല്ലോ, നാളെ സ്കൂളൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ യൂണിഫോം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. ഈ വാഷ് ചെയ്യാനുള്ള വെള്ളമൊക്കെ എടുക്കണം ഇനി. അത് അപ്പോൾ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, യൂണിഫോമൊക്കെ പണ്ട് ഞാനുള്ള സമയത്ത് എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ കറണ്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ചിരട്ടൊക്കെ കത്തിച്ചിട്ട് ഉള്ള ഒരു ഇസ്തിരിപ്പെട്ടി ഉണ്ടല്ലോ, ഇരുമ്പിൻ്റെ. ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടോയെന്നാണ് അറിയില്ല, ഉണ്ടായിരിക്കും. എല്ലാം ആ ഫസ്റ്റ് വന്ന ഇസ്തിരിപ്പെട്ടിയൊക്കെ അതാണല്ലോ. അപ്പോൾ അയൺ ബോക്സ് അത് വന്നിട്ടാണ് എൻ്റെ നാട്ടിലുണ്ടായത്. അപ്പം നമ്മൾ രാത്രിയിൽ എന്താ ചെയ്യുന്ന, ഈ ചിരട്ടൊക്കെ കത്തിച്ചിട്ട് എല്ലാവരും യൂണിഫോം ഒപ്പം അങ്ങ് ഇസ്തിരി ഇടും. അങ്ങനെ ഏകദേശം പണിയൊക്കെ അങ്ങ് തീർന്ന്, അടുക്കളത്തെ ഫുഡ് ഉണ്ടാക്കലൊക്കെ പണിയൊക്കെ അങ്ങ് തീർന്ന്. ഇനി ഇത് വാഷ് ചെയ്തിട്ട് ഇട്ടിട്ട് വേണോ ഇനി ബാക്കിയുള്ള എന്തെങ്കിലും ചെയ്യാനോ കുളിക്കാനോ മാറ്റമൊക്കെ ചെയ്യണോ. നിങ്ങളെല്ലാവരും പറയുന്നുണ്ടാകുക അല്ലേ, ഈ ഫാത്തിമാൻ്റെ സംസാരം എന്താ ഇങ്ങനെയെന്ന്. ഞാൻ ജന്മനാ ജനിച്ച് വളർന്നത് ശ്രീലങ്കയിലാണ്.
ഞാൻ മാരീഡ് ആയത് മാത്രമേ ഇവിടെ. അപ്പോൾ ഇവിടെ വന്നിട്ട് ലാസ്റ്റ് കേട്ട് പഠിച്ച് സംസാരിക്കുന്നതാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യാനും മറക്കല്ലേ. കമൻറ്റ് ചെയ്തേക്ക്, ഒരു ഹാർട്ടിങ്ങിൽ കമൻറ്റ് ചെയ്തേക്ക്. എന്നെ എത്ര ആൾ ഇഷ്ടപ്പെടുന്നത് നമുക്ക് ഒന്ന് എനിക്ക് കാണാമല്ലോ, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ യൂണിഫോം ഒക്കെ ആറിട്ട് ഡ്രസ്സെല്ലാം ഞാൻ അലക്കുമായിരുന്നു നാട്ടിലുള്ള സമയത്ത് ചെറുതില്ല. അങ്ങനെ ഉമ്മ പറയും ഇത് ഇങ്ങനെ മൊഞ്ചില്ല, ഉമ്മക്കെല്ലാം അങ്ങനെ നീറ്റിൽ അങ്ങ് ആറിടണം. അപ്പോൾ ഉമ്മ പറയും ഇതെന്താ ഇങ്ങനെ ഇട്ടിനെന്ന് വെച്ചിട്ട് എല്ലാം തിരിച്ചെടുത്തിട്ട് പറയാം ഇന്നും കൂടി ഇടും, ഇത് ഇങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് എല്ലാം ഒരു സ്റ്റൈലായിട്ട് തന്നെ അങ്ങ് ഇടുക. എന്താണെന്ന് വെച്ചാൽ ഒരു ഷർട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടുക. അങ്ങനെ ശീലമായി. എന്താണെന്ന് വെച്ചാൽ വീട്ടിലങ്ങനെ ചെയ്തതിന് ഉമ്മ പറയും തെരുത്തിട്ട് പിന്നെയും ചെയ്യുമെന്ന് പറയും. അങ്ങനെയെല്ലാം പണിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇപ്പം മോൻ വരുന്നുണ്ട്. അങ്ങനെ മോൻ വന്ന് അവർക്കുള്ള ചായ ഒക്കെ കൊടുക്കണം. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്, എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടണേ. അങ്ങനെ 6 കഴിഞ്ഞു. ഓക്കെ ബൈ ഗൈസ്.